എത്ര സമയം കൊടുത്തു കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം പോരാന്ന് പറയും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോ കേട്ടിട്ടുണ്ട്, ഇവര് ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് ഉന്നയിക്കുകയാണ്. കാരണം ഇവിടെ പരിഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ ഞാനിവിടെ ഉദാഹരിക്കാം. ഈ നന്ദു ഇത്ര നേരം പറഞ്ഞില്ല, ഇവിടെ നന്ദു പറഞ്ഞതിന്റെ ആകെ പ്രധാനമായിട്ടുള്ള ക്രക്സ് എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വോട്ടിരട്ടിപ്പ് നടക്കുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഇല്ലാത്ത വോട്ടുകൾ ചേർത്തുമൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ ഓരോ ബൂത്തിന്റെയും ചുമതലയുള്ള ആളുകൾ, ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇരുന്നിട്ട് അത് കണ്ടെത്തി ഇതിനകം അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ പത്രസമ്മേളനം നടത്തി എന്ന് പറയും. അതായത് ഇവിടെ ഈ സമയത്തിനകം തന്നെ BJP-ക്കാർക്ക് അവർക്ക് കണ്ടെത്താവുന്ന എല്ലാ വോട്ടുകളും കണ്ടെത്താൻ പറ്റിയെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ സമയമുണ്ട്. പ്രവർത്തിക്കുകയാണെങ്കിൽ ബൂത്ത് ലെവലിൽ ഉള്ള പ്രവർത്തകർ, ഏജന്റുമാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഈ തങ്ങളുടെ ബൂത്തിനകത്ത് എത്ര പേര് മരിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ഇല്ലാത്ത വോട്ടുകൾ ഉണ്ട്, എത്ര പേര് ഒന്നിലേറെ വോട്ടുകളുള്ള ആളുകളുണ്ട്, കണ്ടെത്താൻ പറ്റും. അത് കണ്ടെത്താൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നല്ല. ഇവിടെ ഇപ്പൊ BJP പ്രതിനിധിയായിട്ടുള്ള നന്ദു പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് കണ്ടെത്തി, ഞങ്ങൾ ഇതിന് പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്നു. അപ്പൊ ഇത് എളുപ്പമാണ്. ഇത് പിന്നീട് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് ഇതൊരു എന്തോ തരത്തിലുള്ള വോട്ടർ പട്ടിക എന്നൊക്കെ പറയേണ്ട കാര്യം? അപ്പൊ സത്യത്തിൽ തങ്ങൾക്ക് കിട്ടിയ സമയത്തിനകത്ത് പ്രവർത്തിച്ചിട്ട് ശരിക്കും ഇവരെ ഏത് പാർട്ടി ജയിച്ചാലും, ഇപ്പൊ ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാമല്ലോ, ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത് നടത്തേണ്ടത്. അല്ലാതെ വോട്ടർ പട്ടികയെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സമയമുണ്ട്, തിരുത്താനുള്ള സമയമുണ്ട്. വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കരട് പട്ടികയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ആ കരട് പട്ടികയിൽ ഉള്ള തെറ്റുകൾ തിരുത്തിയിട്ട് ഫൈനൽ പട്ടിക വരുമ്പോഴേക്ക് തങ്ങൾക്ക് വേണ്ട എല്ലാ ആളുകളും ഇതിനകത്തുണ്ട്. തങ്ങളുടെ ഒരു വോട്ട് പോലും ചോർന്നു പോയിട്ടില്ല, മറ്റുള്ള ആളുകൾ അനാവശ്യമായ വോട്ടുകൾ ഇരട്ടിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാനുള്ള അവസരമുണ്ട്. അത് നീട്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ചർച്ചയിൽ ഇവരാരും പറയാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇരട്ട വോട്ടുകൾ വരുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇരട്ട വോട്ടുകൾ ധാരാളം ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ പണ്ട് കാലത്ത് ഇതൊന്നുമില്ലാതെ, തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ, ബാലറ്റ് ബോക്സ് ഇല്ല, ഇത്തരത്തിലുള്ള യന്ത്രങ്ങളില്ലാത്ത ഒരു കാലത്ത്, അതുപോലെ മാത്രം ഫോട്ടോ ഇല്ലാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണ് വോട്ട് ചെയ്തിരുന്നത്? അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് കള്ളവോട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായിട്ടും പല ID കാർഡുകളാണുള്ളത്. സത്യത്തിൽ വോട്ട് ചെയ്യാനായിട്ട് ഒറ്റ ID കാർഡ് മതി. അത് ഒന്നുകിൽ വോട്ടർ പട്ടിക, വോട്ടേഴ്സ് ID, അതല്ലെങ്കിൽ ആധാർ മാത്രം വെച്ചുകൂടെ. ആധാർ ഫുൾ പ്രൂഫ് ആണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ, അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ID-യുടെ ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ 2 വോട്ടർ ID ഉള്ള എത്രയോ പേര് എനിക്കറിയാം. അവർക്ക് ഒരു സ്ഥലത്ത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് വോട്ടർ ID ഉണ്ട്, വേറെ സ്ഥലത്ത് വേറെ വോട്ടർ ID ഉണ്ട്. ഈ ID കാർഡിലുള്ള ആളുകൾ ഇത് സ്വാഭാവികമായിട്ട് 2 വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യും, മഷി വായിക്കാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യും, അല്ല വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാവുന്ന രീതിയിൽ. അപ്പൊ ഇത് പരിഹരിക്കേണ്ടതുണ്ട്.